നമസ്കാരം. വളരെ റിലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ചാനലിൽ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളൊരു വാഹനം വാങ്ങുമ്പോൾ നിങ്ങൾ പ്രാഥമികമായിട്ട് ചെയ്യേണ്ടത് കൃത്യമായി ഇൻസ്പെക്റ്റ് ചെയ്യുക, PDA ചെയ്യുക. ഈ PDA എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഷോറൂമുകാർ ചെയ്തു തരേണ്ട ഒരു കാര്യമാണ്. എന്നാൽ പോലും ഇപ്പോൾ കസ്റ്റമർ അത് ചെയ്യാനായിട്ട് നിർബന്ധിതമാകുകയാണ്. കാരണം കസ്റ്റമർ അത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ കസ്റ്റമറിന് കിട്ടുന്നത് ഒരു ഡിഫക്റ്റീവ് ആയിട്ടുള്ളൊരു കാറായിരിക്കും. വൺസ് ഈ ഒരു കാറ് നിങ്ങളുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് അതിനെതിരെ നിയമ പോരാട്ടത്തിന് പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലതാമസം എടുക്കും. നിങ്ങളുടെ എഫേർട്ട്, ടൈം, മാനസിക ബുദ്ധിമുട്ട്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കയ്യിലിരിക്കുന്ന പണം കൊടുത്തിട്ട് മാനസിക ബുദ്ധിമുട്ട് വാങ്ങുന്ന ഒരു പരിപാടിയാണ് നമ്മൾ അന്ധമായിട്ടൊരാളെ വിശ്വസിച്ച്, ഒരു ഷോറൂമിനെ വിശ്വസിച്ച് ഒരു കാറ് മേടിച്ചിട്ട് അത് ഡിഫക്റ്റീവ് കാറായി മാറുമ്പോഴത്തേക്കും. തീർച്ചയായിട്ടും ഇന്ന് കൊല്ലത്ത് നിന്ന് ഒരു വലിയൊരു ന്യൂസ് വെളിയിൽ വന്നിട്ടുണ്ട്. ഒരാളൊരു വാഹനം വാങ്ങിക്കുകയും അതൊരു ഇലക്ട്രിക് കാറാണ്. നിങ്ങൾ പല ചാനലിലും അത് കണ്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു കാറിൽ നിറച്ച് തുരുമ്പാണ്. തുരുമ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണത് പറയേണ്ടതെന്ന് അറിയില്ല. കാരണം ഒരു ഇലക്ട്രിക് കാറാണ്. അത് മാത്രമല്ല, ആ കാറിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ ചേസിസിലാണെന്നുണ്ടെങ്കിലും എഞ്ചിൻ്റെ ഭാഗത്താണെന്നുണ്ടെങ്കിലും എല്ലായിടത്തും തുരുമ്പ്. ഈ ഒരു വാഹനം നല്ല പഴക്കമുള്ളൊരു വാഹനമാണ്. എൻ്റെ ഒരു കാൽക്കുലേഷൻ പ്രകാരം ഒരു 7-8 മാസം പഴക്കമെങ്കിലും മിനിമം ഈ ഒരു വാഹനത്തിനുണ്ടായിരിക്കും. തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒരു ചെറിയ ചാനലാണ്. അധികം ആളുകൾ ആരും കാണാറില്ല. കൂടിപ്പോയാൽ ഒരു 1000-1200 പേരൊക്കെ കാണുന്നുള്ളൂ. എന്നാൽ പോലും വലിയ വലിയ നല്ല നല്ല റീച്ചുള്ള മികച്ച അറിവുള്ള ആളുകളുടെ ചാനലിൽ കൃത്യമായി നിങ്ങൾ PDA ചെയ്യണം എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത്? ഇനി അറിവില്ലായ്മ കൊണ്ടാണോ? നമ്മൾ ആരെയും അന്ധമായിട്ട് വിശ്വസിക്കരുത്. നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണമാണ്. ഞാൻ എല്ലാ വീഡിയോസിലും ഇതെടുത്ത് പറയുന്നതാണ്. നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണമാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാറ്റിവെച്ച്, നിങ്ങളുടെ ഇഷ്ടങ്ങൾ മാറ്റിവെച്ച്, നിങ്ങളുടെ ആരോഗ്യം പോലും നോക്കാതെ സ്ട്രെസ്സായിട്ടുള്ള എൻവിറോൺമെൻറ്റിൽ ജോലിയെടുത്ത് അധ്വാനിച്ചുണ്ടാക്കുന്ന പണവും അതിന് മുകളിൽ നിങ്ങൾ ലോണും കൂടെ ഇട്ടിട്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ EMI എന്ന് പറയുന്ന സംഭവം, നിങ്ങൾ ആദ്യത്തെ 2-3 മാസമൊക്കെ നല്ല രസമായിരിക്കും. EMI അങ്ങ് അടഞ്ഞു പോകും. ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ജീവിത ചെലവ് കൂടുകയും അതിനോടൊപ്പം തന്നെ EMI നിലനിൽക്കുകയും ചെയ്യും. അപ്പോഴേക്കും കാറ് എന്ന് പറയുന്ന മോഹമൊക്കെ നിങ്ങൾ ഓടിച്ച് ഏകദേശം അതിനോടൊക്കെ ഒരു പൊരുത്തപ്പെട്ടിട്ടുണ്ടാകും. ആ EMI അടയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ വരാം. എന്നിരുന്നാൽ പോലും ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് നിങ്ങളൊരു വാഹനം വാങ്ങാൻ പോകുന്നത്. ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, തീർച്ചയായിട്ടും നിങ്ങൾ PDA ചെയ്യണം. നിങ്ങൾ ഒരു വാഹനം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായ PDA ചെയ്യണം. എൻജിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും PDA എന്ന് പറയുന്നത്? കാരണം പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നൊരു ടേം തന്നെ യഥാർത്ഥത്തിൽ ഷോറൂമിലുള്ള ആളുകൾ ഒരു വാഹനം ഷോറൂമിലേക്ക് എത്തുമ്പോൾ അത് കൊണ്ടുപോയി കൃത്യമായിട്ട് അതിൻ്റെ ബ്രേക്ക്, ചേസിസ്, ഫ്യൂസ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷേ കസ്റ്റമർ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഡിഫക്റ്റീവ് വാഹനങ്ങൾ കിട്ടുന്നത് കൊണ്ട് തന്നെ ഒരു വാഹനം വാങ്ങുന്നതിന് മുമ്പ് ഇനീഷ്യൽ പേയ്മെൻറ്റ് കൊടുത്തതിന് ശേഷം യാർഡിൽ പോയി കൃത്യമായി വാഹനം കണ്ട് ഉറപ്പിച്ച് വാഹനത്തിന് യാതൊരുവിധ പ്രശ്നങ്ങളില്ല, അല്ലെങ്കിൽ അതിന് കംപ്ലയിൻസുകളില്ല, പഴക്കമുള്ള വാഹനമല്ല, ചേസിസ് നമ്പറും എൻജിൻ നമ്പറും ഒക്കെ നോക്കിയിട്ട് തുരുമ്പിൻ്റെ അംശങ്ങളുണ്ടോ. ഞാൻ എല്ലാ വീഡിയോസിലും എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ആളുകൾക്കറിയാം, ഞാൻ അണ്ടർബോഡി എന്ന് പറയുന്ന സംഭവം വളരെ കൃത്യമായിട്ട് ഇൻസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എൻജിൻ ബേയുടെ ഈച്ച് ആൻഡ് എവറി ഭാഗങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മളൊരു 3XOയുടെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല കഴിഞ്ഞ ദിവസം കിയ സിറോസൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്തെല്ലാം നമ്മൾ എൻജിൻ ബേയുടെ എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് ഇൻസ്പെക്ട് ചെയ്യാറുണ്ട്. ഡോറ്, അതുമാത്രമല്ല റബ്ബറിൻ്റെ പാർട്സ്, ബീഡിങ്ങുകൾ, അണ്ടർബോഡിയൊക്കെ കൃത്യമായിട്ട് ഇൻസ്പെക്ട് ചെയ്യും. കാരണം ഈ വെയിലത്ത് നമ്മൾ ഒരു വാഹനത്തിൻ്റെ അടിയിലേക്ക് കയറി നോക്കുക എന്ന് പറഞ്ഞത് ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്. ആ ഒരു വെയിൽ കൊണ്ടാൽ പോലും ഭാവിയിൽ തലവേദന ഇല്ലെന്നുണ്ടെങ്കിൽ, വിഷമം ഉണ്ടാകാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ അതല്ലേ നല്ലത്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൃത്യമായ PDA ചെയ്തിരിക്കണം. നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ യാർഡിൽ 1 മാസമൊക്കെ കിടന്ന വാഹനമൊന്നും നിങ്ങൾ എടുക്കാതിരിക്കുക. കാരണം നിങ്ങളിപ്പോൾ ഒരു 10 ലക്ഷം 15 ലക്ഷം രൂപയ്ക്ക് ഒരു വാഹനം വാങ്ങിയാണ്. മിനിമം ഒരു 10 ലക്ഷം രൂപയെങ്കിലും കൊടുത്തിട്ടായിരിക്കും ഒരു നല്ല വാഹനം കിട്ടുന്നത്. നിങ്ങൾ ആ ഒരു വാഹനം വാങ്ങുമ്പോഴത്തേക്കും നിങ്ങൾ ചെയ്യേണ്ട പ്രോസസ്സ് എങ്ങനെയാണ്? ചിലപ്പോൾ കമ്പനിയിൽ പറയും, അല്ലെങ്കിൽ ഷോറൂമിൽ നിന്ന് പറയും, ഒരു വാഹനം ഇവിടെ കിടപ്പുണ്ട്, ഒരു കസ്റ്റമർ ബുക്ക് ചെയ്ത വാഹനമാണ്, അദ്ദേഹം അവിടെ നിന്ന് മാറിപ്പോയി, നിങ്ങൾക്ക് ആ വാഹനം എടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ യാർഡിൽ ഈ വാഹനം കിടപ്പുണ്ട്, ഈ മോഡൽ കിടപ്പുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു വേരിയൻറ്റ് കിടപ്പുണ്ട് എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക. നിങ്ങൾ പറയേണ്ടത്, ഞാൻ ബുക്ക് ചെയ്യുന്നു, എൻ്റെ വാഹനത്തിൻ്റെ ബുക്കിംഗ് നിങ്ങൾ എടുത്തതിന് ശേഷം എൻ്റെ വാഹനം കമ്പനിയിൽ നിന്നും ട്രക്കിൽ കയറുമ്പോൾ എനിക്ക് എൻജിൻ നമ്പറും ചേസിസ് നമ്പറും തരണം. ആ വാഹനം ഇവിടെ അൺലോഡ് ചെയ്യുമ്പോൾ ഞാൻ വന്ന് കാണും. അതിനുശേഷം ബാക്കി എമൗണ്ട് ഞാൻ പേ ചെയ്യും. അതിനുശേഷം വിത്തിൻ 2 to 3 ഡേയ്സ് എനിക്ക് വണ്ടി കിട്ടിയിരിക്കണം. മാക്സിമം 4 ദിവസത്തിനുള്ളിൽ വണ്ടി നിങ്ങൾ ഇറക്കിയിരിക്കണം. തീർച്ചയായിട്ടും 4-5 മാസമൊക്കെ പഴക്കമുള്ള വാഹനങ്ങൾ ഇങ്ങനെ ഷോറൂമിൽ കിടക്കും. അന്ധമായി ആരെയും വിശ്വസിക്കരുത്. നിങ്ങൾ വിശ്വസിക്കേണ്ട വ്യക്തി എന്ന് പറഞ്ഞാൽ നിങ്ങളെ തന്നെയാണ്.
തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പം കൊട്ടാരക്കര ഭാഗത്ത് നിന്ന് കൊല്ലം ഭാഗത്ത് നിന്ന് വരുന്ന ആ ഒരു വാർത്ത, ഒരു ഇലക്ട്രിക് കാറാണ്, നിറച്ച് തുരുമ്പാണ്, എന്താ ചെയ്യുക? കാരണം അതിനകത്ത് ആദ്യമേ കുറ്റം പറയേണ്ടത് അന്ധമായിട്ടൊരു ഷോറൂമിനെ വിശ്വസിച്ചത് കൊണ്ട് മാത്രമാണ്. നമ്മളെ തന്നെയാണ് വിശ്വസിക്കേണ്ടത്. നമ്മുടെ പണം എന്ന് പറയുന്നത് നമുക്ക് അമൂല്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കസ്റ്റമറോട് നമ്മളൊരു തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്, എന്തുകൊണ്ട് നിങ്ങൾ പോയി PDA ചെയ്തില്ല? എന്തുകൊണ്ട് ആ ഒരു വാഹനത്തിൻ്റെ ബോണറ്റ് പോലും ഒന്ന് തുറന്നു നോക്കിയില്ല? എന്തുകൊണ്ട് ആ ഒരു വാഹനത്തിൻ്റെ അണ്ടർബോഡി ഒന്ന് ചെക്ക് ചെയ്തില്ല? എന്തുകൊണ്ട് ആ ഒരു വാഹനം നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ഡെലിവറി എടുക്കുന്ന ദിവസം, നമ്മുടെ വീഡിയോസിൽ പലയിടത്തും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഡെലിവറി എടുക്കുന്ന അന്നും നിങ്ങൾ ചെക്ക് ചെയ്യണം എന്നുള്ളത്. തീർച്ചയായിട്ടും അതെന്താണ് ചെയ്യാത്തത്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആരെയും, അത് ആരായിക്കോട്ടെ, നമ്മുടെ ഷോറൂമിൽ നിൽക്കുന്ന നമ്മുടെ കൂട്ടുകാരൻ ആണെങ്കിൽ പോലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. നമ്മൾ മറ്റ് പല സാധനങ്ങളും വാങ്ങുമ്പോഴത്തേക്കും നമ്മളതിൻ്റെ എക്സ്പയറി ഡേറ്റും കാര്യങ്ങളെല്ലാം നോക്കില്ലേ? അതുപോലെ തന്നെ ഇത് വലിയൊരു എമൗണ്ട് ആണോ എന്ന് ആലോചിച്ചോ. ഒരു 15 ലക്ഷം രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീട് വയ്ക്കാം, അത്യാവശ്യം കൊള്ളാവുന്നൊരു വീട് വയ്ക്കാം. അല്ലെങ്കിൽ വീടെന്ന് പറയുന്നത് കാറാവില്ല എന്നെനിക്കറിയാം, എന്നാൽ പോലും അത്രയും മൂല്യമുള്ളൊരു പണമാണ്. ഒരു 15 ലക്ഷം രൂപയൊക്കെ, അല്ലെങ്കിൽ ഒരു 10 ലക്ഷം രൂപയൊക്കെ, അല്ലെങ്കിൽ ഒരു 5 ലക്ഷം രൂപയൊക്കെ ഇന്നത്തെ കാലത്ത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ശ്രമകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പേഴ്സണൽ സജഷൻ എന്ന് പറയുന്നത്, യാർഡിൽ കിടക്കുന്ന വാഹനങ്ങൾ നിങ്ങൾ 1-2 മാസമൊക്കെ പഴക്കമുള്ള, അല്ലെങ്കിൽ 1 മാസം പഴക്കമുള്ള വാഹനം പോലും എടുക്കാൻ പേഴ്സണലി എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ചോദിക്കും, എന്താണ് 1 മാസം യാർഡിൽ കിടന്നു? 1 മാസം യാർഡിൽ കിടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഹനം മാനുഫാക്ചർ ചെയ്ത് കമ്പനിയിൽ നിന്ന് വരുമ്പോൾ തന്നെ 10-20 ദിവസമാവും. പിന്നെ 1 മാസം യാർഡിൽ കിടക്കുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 2 മാസത്തോളം ആ ഒരു വാഹനത്തിന് പഴക്കം ഉണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് യാർഡിൽ കിടക്കുന്ന വാഹനം എടുക്കരുത് എന്ന് ചോദിച്ചാൽ, പേഴ്സണലി എനിക്കത് ഇഷ്ടമില്ല. അപ്പം 2 മാസമൊക്കെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല. എന്നാൽ പോലും നമ്മുടെ വാഹനം നമ്മൾ ബുക്ക് ചെയ്യുന്നു, നമുക്ക് വേണ്ടി അത് കമ്പനിയിൽ ഉണ്ടാക്കുന്നു, അത് ട്രക്കിൽ കയറ്റുന്നു, അല്ലെങ്കിൽ കണ്ടെയ്നറിൽ കയറ്റുന്നു, ട്രാൻസിറ്റിൽ വരുമ്പോൾ തന്നെ നമുക്കതിൻ്റെ എൻജിൻ നമ്പറും ചേസിസ് നമ്പറും കിട്ടുന്നു. ആ വാഹനം നമുക്ക് വേണ്ടി ഇവിടെ അൺലോഡ് ചെയ്യുമ്പോൾ നമ്മളവിടെ പോയി നിൽക്കുന്നു, കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്നു, കാര്യങ്ങൾ നോക്കുന്നു, വാഹനം നല്ല രീതിക്ക് ചെക്ക് ചെയ്യുന്നു. വിത്തിൻ 4 ദിവസം 4 ഡേയ്സ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കഴിഞ്ഞു വാഹനം എടുക്കുന്നു. എന്താണല്ലേ, നല്ല സുഖകരമായിട്ടുള്ള ഒരു കാര്യമല്ലേ? അല്ലാതെ നിങ്ങൾ പോയി നോക്കുമ്പോഴത്തേക്കും ഇഷ്ടം പോലെ വണ്ടി കിടക്കുന്നു, മഴയും വെയിലും മഞ്ഞും കൊണ്ടിട്ട് ഇതിങ്ങനെ നശിച്ചെന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നാൽ പോലും ഈ പായലൊക്കെ പിടിച്ചിങ്ങനെ കിടക്കുന്നു. ഈ വാഹനം കഴുകി കുട്ടപ്പനാക്കി നമുക്ക് തരുന്നു. അതിൻ്റെ ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും 1 മാസം പഴക്കമുള്ള വാഹനം, 2 മാസം പഴക്കമുള്ളതൊക്കെ ഓക്കെയാണ്. വാഹനം എടുക്കുമ്പോൾ കൃത്യമായി ഇൻസ്പെക്റ്റ് ചെയ്തേ മതിയാകുകയുള്ളൂ. കാരണം ഈ ഒരു വാഹനത്തിൻ്റെ ബോണറ്റ് തുറന്നപ്പോൾ തന്നെ ആ ഒരു വാഹനത്തിനകത്തെ തുരുമ്പ് കണ്ടപ്പോൾ, യഥാർത്ഥത്തിൽ ഈ ഒരു വാഹനം എനിക്ക് തോന്നുന്ന ഒരു ഫ്ലഡ് അഫക്റ്റഡ് ആയിട്ടൊക്കെ കിടന്ന വാഹനമായിരിക്കും, അല്ലാതെ ഇത്രയും വലിയ തുരുമ്പൊന്നും വരാനുള്ള സാധ്യതയില്ല. ഇനി വൺസ് ഈ ഒരു വാഹനം നമ്മുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അവർ പെയിൻറ്റ് ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പയർ ചെയ്തൊക്കെ തരും. നമ്മളിതിൻ്റെ പുറകിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടും സഹിച്ച് എന്തിനാണ് ഈ ഒരു വാഹനം വാങ്ങിച്ചത്? നമ്മൾ ആലോചിക്കുക. നമ്മൾ ചെയ്യേണ്ട സമയത്ത് കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യം ചെയ്തില്ല. പിന്നെ ഇത്തരം കാര്യത്തിൽ എനിക്ക് എടുത്തു പറയേണ്ടത് കമ്പനിയല്ല. കമ്പനി വാഹനം നിർമ്മിക്കുന്നു, അവർ ട്രക്കിൽ കയറ്റിയിട്ട് ഷോറൂമുകളിലേക്ക് എത്തിക്കുന്നു. ഷോറൂമുകാരുടെ ഇടപെടലാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരു വാഹനം മോശമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിഫക്റ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കമ്പനിയെ അറിയിക്കുക, അല്ലെങ്കിൽ അത് പരിഹരിക്കുക. അല്ലാതെ ഒരു കസ്റ്റമറിൻ്റെ തലയിൽ കെട്ടിവെക്കുകയല്ല ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അത് കമ്പനിയുടെ പേരിനെ അല്ലെങ്കിൽ റെപ്യൂട്ടേഷനെ നല്ല രീതിക്ക് ബാധിക്കും. കമ്പനി ഇത്തരം സെയിൽസ് അല്ലെങ്കിൽ സെയിൽസ് ഔട്ട്ലെറ്റിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് അതിനെ വാൺ ചെയ്യുകയും കർക്കശമായിട്ടുള്ള ശിക്ഷാ നടപടികൾ അവർ സ്വീകരിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉപകാരത്തിൽ വരുന്ന കാര്യങ്ങളാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിൻ്റെ സ്ട്രെങ്ത്. നല്ല നല്ല വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.